തന്നെ തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പ്രതിഷേധം സൂചിപ്പിച്ചപ്പോഴാണ് മറ്റൊരു പ്രതിഷേധം, അതായത് SFIയും നിലവിൽ DYFIയും ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് ഗവർണർക്കെതിരെ. അപ്പോൾ ഗവർണറുടെ നിലപാടുകൾ, അത് കഴിഞ്ഞ ഏകദേശം ഒരു 2 വർഷമായി ഗവർണർ വലിയൊരു പോരിലാണുള്ളത്. അപ്പോൾ ഗവർണറുടെ നിലപാടുകളോട് എങ്ങനെയാണ് ആ നിലപാടുകളെ കാണുന്നത്? ഗവർണറുടെ നിലപാട് പ്രകോപനം സൃഷ്ടിക്കാനുള്ളതാണ്. ഇവിടെ കേരളത്തിൽ യൂണിവേഴ്സിറ്റി സെനറ്റുകളിലേക്ക് ചാൻസലറാണ് നോമിനേറ്റ് ചെയ്യേണ്ടത്. ആ നോമിനേറ്റ് ചെയ്യുന്നത് സാധാരണ യൂണിവേഴ്സിറ്റികൾ നിർദ്ദേശിക്കുന്ന പേരുകളിൽ നിന്നാണ്. ഇവിടെ യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ചൊരു പാനലുണ്ട്. ആ പാനൽ മാറ്റിവെച്ച് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ആളുകളെയാണ് നിയമിച്ചിരിക്കുന്നത്. ആ ആളുകൾക്കുള്ള യോഗ്യത എന്താണ്? നേരത്തെ യൂണിവേഴ്സിറ്റി പ്രപ്പോസ് ചെയ്ത ആളുകളിൽ നിന്ന് ഇവരെ എന്താണ് വ്യത്യസ്തമാക്കുന്നത്? ആ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ട ബാധ്യതയുണ്ട്. അത് ചാൻസലർ ഇതേവരെ വ്യക്തമാക്കിയിട്ടില്ല. അപ്പൊ അതിനെതിരെ സ്വാഭാവികമായി പ്രതിഷേധം വരും. കാരണം യൂണിവേഴ്സിറ്റി തലത്തിൽ ഏറ്റവും പ്രാഗൽഭ്യമുള്ള അക്കാദമിക് റെക്കോർഡ്, മറ്റ് മേഖലകളുടെ റെക്കോർഡ്, അങ്ങനെയെല്ലാം ഉള്ളവരെയാണ് സാധാരണ നോമിനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യാൻ യൂണിവേഴ്സിറ്റി ശുപാർശ ചെയ്യുന്നത്. ആ ശുപാർശ മാറ്റിവെച്ച് തനിക്ക് തോന്നുന്ന ആളുകളെ നിശ്ചയിക്കാനിടയായത് അതെന്താണ് എന്നത് വിശദീകരിക്കേണ്ടത് ഗവർണർ തന്നെയാണ്. അതിനെതിരെ പ്രതിഷേധം സ്വാഭാവികമായിട്ടുണ്ടാകും. ആ പ്രതിഷേധമാണ് വിദ്യാർത്ഥികൾ നടത്തുന്നത്. അത് വ്യക്തമായ കാരണമുണ്ട്, വ്യക്തമായി സമൂഹത്തിന് ബോധ്യമാകുന്നതാണ്. ആ നിലപാടാണ് വിദ്യാർത്ഥികളും യുവജനങ്ങളും എടുത്തിരുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ഗവർണർ കോഴിക്കോട് മിഠായിത്തെരുവിൽ പോയപ്പോൾ വലിയ രീതിയിലായിരുന്നു ജനങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. മധുരം നൽകിയും ഒക്കെ ആയിരുന്നു.